മോട്ടറോള ഫോണുകളുടെ സീരീസിലേക്ക് ഇതാ ഒരു പുതിയ സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുന്നു. മോട്ടറോള എഡ്ജ് 70 Pro പ്ലസ്. ഇത്തവണത്തെ ഫിഫ വേൾഡ് കപ്പിന്റെ ഒഫീഷ്യൽ സ്മാർട്ട് ഫോൺ പാർട്ണറാണ് മോട്ടറോള. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു സ്പെഷ്യൽ ബോക്സിലേക്കാണ് ഈ ഒരു ഫോൺ വന്നിരിക്കുന്നത്. ഒന്നുമില്ല, ഇതിങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ സാധാരണ മോട്ടറോള ഫോണിന്റെ ബോക്സ് ആയി. ഈ ഒരു എഡ്ജ് 70 സീരീസിൽ മോട്ടറോള നേരത്തെ മോട്ടറോള എഡ്ജ് 70, എഡ്ജ് 70 ഫ്യൂഷൻ, എഡ്ജ് 70 Pro തുടങ്ങിയ ഫോണുകൾ പുറത്തിറക്കിയിരുന്നു. ഇപ്പോഴിതാ എഡ്ജ് 70 Pro പ്ലസ് ആണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു എഡ്ജ് 70 സീരീസിലെ ഏറ്റവും സ്പെസിഫിക്കേഷൻ വൈസ് എല്ലാം ടോപ്പ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് മോട്ടറോള എഡ്ജ് 70 Pro പ്ലസ് എന്ന് പറയേണ്ടി വരും. 90 വാട്ടിന്റെ ചാർജറാണ് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ C-to-C ചാർജിങ് കേബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫോൺ കാണാൻ അടിപൊളി ലുക്കും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്തവണ സാധാരണ മോട്ടറോള ഫോണിലേതുപോലെ മണം വരുന്നില്ല. അതുപോലെ വീഗൻ ലെതർ ഫിനിഷ് അല്ല, ഒരു സാറ്റിൻ ലെക്സ് ഫിനിഷ് ആണ് ഈ ഒരു പർട്ടിക്കുലർ കളറിന് കൊടുത്തിരിക്കുന്നത്. കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്യാമറ മൊഡ്യൂൾ മെറ്റാലിക് ആണ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത്തവണ ബോക്സിനകത്ത് കേസ് കൊടുത്തിട്ടില്ല. ഒരു യൂണി ബോഡി ഡിസൈനിൽ മോട്ടറോളയുടെ ഇതുവരെ കണ്ട പല ഫോണുകളിലും സ്ഥിരമായിട്ട് അവർ പാലിക്കുന്ന ഒരു ഡിസൈൻ അവർ അത് ഐഡന്റിക്കൽ ആക്കിയിരിക്കുന്നു. അവരുടെ ഫോണുകളെല്ലാം ഏതാണ്ട് ഒരുപോലെ ആക്കുന്ന ഒരു ഐഡന്റിക്കൽ ഡിസൈൻ അത് ഇവിടെയും തുടരുന്നുണ്ട്. ഈ ഒരു കളർ വേരിയന്റ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. വെറൈറ്റി കളറാണ്, നല്ല രസമുണ്ട്. അതുപോലെ ഈ മോട്ടറോള ലോഗോ ഒക്കെ കണ്ടില്ല, ആ സെയിം കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്പെഷ്യൽ കീ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇവിടെയാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നെങ്കിൽ ഈ സൈഡിലാണ് അത്തരത്തിലൊരു AI കീ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആ ഒരു AI കീ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ മോട്ടറോളയുടേതായിട്ടുള്ള ഒരു AI സംവിധാനങ്ങൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് പല പല കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കും. അതുപോലെ വളരെ സ്ലിം പ്രൊഫൈലാണ്. വളരെ സ്ലിം എന്ന് വെച്ചാൽ വളരെ സ്ലിം. കൃത്യമായിട്ട് പറഞ്ഞാൽ 6.9 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിന്റെ തിക്നെസ്. നമുക്ക് ബ്ലേഡ് പോലെ ഇരിക്കുകയാണ് ഇവിടെയൊക്കെ. ഫോണിന്റെ ഒരു ഇൻഹാൻഡ് ഫീൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിൻ ആയതുകൊണ്ട് തന്നെ കയ്യിലൊക്കെ പിടിക്കാൻ നല്ല സുഖമുണ്ട്. അല്പം വീതി കൂടി ഒരു ഫോണാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തിക്നെസ് വളരെ കുറവാണ്. ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ വെയിറ്റും നല്ല കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ ഒതുങ്ങുന്ന സൈസിലുള്ള ഒരു ഫോൺ തന്നെയാണ്. അതുപോലെ 190 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫോണിനകത്ത്. ഡ്യുവൽ നാനോ സിം കാർഡാണ് ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിന്റെ ബാക്ക് എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിന്റ് ഒന്നും അങ്ങനെ പതിയുന്ന ടൈപ്പ് അല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കാണുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ആ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഇവിടെ ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് ബെസൽലെസ് ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഈ ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, 4 വശവും കർവായിരിക്കുന്ന ഡിസ്പ്ലേ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഒരു ഇമേഴ്സീവ് വ്യൂയിങ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നു. ഓക്കെ, ബെസലൊന്നും ഇല്ല, അടിപൊളി. എനിക്ക് സത്യം പറയാം, വേറെ കാര്യം ഇടയിൽ എന്ന് പറയട്ടെ, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറേ ഫോണുകൾ നമ്മൾ ചെയ്തെങ്കിലും മനസ്സിന് സംതൃപ്തി നൽകുന്ന ഫോണുകൾ അധികം അങ്ങനെ വന്നിട്ടില്ല. എല്ലാം ഒരു 30,000 രൂപ 25,000 രൂപ റേഞ്ചിലും LCD ഡിസ്പ്ലേ, HD+ റെസൊല്യൂഷൻ, മോണോ സ്പീക്കറൊക്കെ ആയിട്ട് വന്ന നിരവധി ഫോണുകൾ അടുത്തിട്ട് വന്നിരുന്നു. അങ്ങ് മടുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ. ആ ഒരു മടുപ്പ് ഈ ഒരു ഫോൺ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. കൊള്ളാം. എനിക്ക് പേഴ്സണലി ഈ ഒരു ഫോണിന്റെ ഒരു ഓവറോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ പറഞ്ഞ പോലെ കർവ്ഡ് ഡിസ്പ്ലേ എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. പലർക്കും അത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ഒരു പക്ഷേ കർവ്ഡ് ഡിസ്പ്ലേ അത്ര പഥ്യമല്ല. കാരണം ആ ഒരു ഗെയിമൊക്കെ അത്ര പ്രോപ്പറായിട്ട് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ നോക്കുമ്പോൾ വീഡിയോ വ്യൂയിങ് ഒക്കെ ഈ ഒരു ഫുൾ സ്ക്രീനിൽ ഇങ്ങനെ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് 1.5K റെസൊല്യൂഷനാണ് നൽകിയിരിക്കുന്നത്. എക്സ്ട്രീം AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് നോച്ച് ഡിസ്പ്ലേ എന്ന് തന്നെ വേണം പറയാൻ. യൂട്യൂബിൽ വീഡിയോകൾ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് HDR സപ്പോർട്ട് ഉണ്ട്. പക്ഷേ നെറ്റ്ഫ്ലിക്സിനകത്ത് HDR സപ്പോർട്ട് ഇല്ല എന്നുള്ളതും ഓർക്കണം. അതുപോലെ HDR10+ സപ്പോർട്ട് ഉണ്ട്. 10 ബിറ്റ് ഡിസ്പ്ലേ ആണ്. ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 5200 നിറ്റ്സ് ആണ്. HDR കണ്ടന്റുകളൊക്കെ കാണുമ്പോൾ വൈറ്റ് ഏരിയകൾ 5200 നിറ്റ്സിലേക്ക് ഉയരും. മാത്രമല്ല കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷനും ഈ ഒരു ഫോണുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ വിഭാഗം എന്തായാലും ടോപ്പ് നോച്ച് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഫോണിന്റെ ബോക്സിനകത്ത് കേസ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് സ്ക്രീൻ പ്രൊട്ടക്ടർ പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നില്ല, ഒട്ടിച്ചിട്ടില്ല. സാധാരണ കർവ്ഡ് ഫോണുകളിൽ പോലും പലപ്പോഴും സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് വരാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒട്ടിച്ചിട്ടില്ല. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 8500 എക്സ്ട്രീം എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ ഫോണിന്റെ പെർഫോമൻസ് വൈസ് നമ്മൾ AnTuTu സ്കോർ ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്ക് ഇവിടെ 3-4 ടെസ്റ്റ് ചെയ്തപ്പോൾ 1.2 മില്യൺ, 1.8 മില്യൺ, 1.5 മില്യൺ, മാക്സിമം കിട്ടിയത് 1.8 മില്യൺ ആണ്. എന്നാൽ ഈ ഒരു ഫോണിന് ഞാൻ വേറെ ചില വീഡിയോകളൊക്കെ കണ്ടപ്പോൾ 2.2 മില്യൺ വരെയുള്ള AnTuTu സ്കോർ കിട്ടിയതായിട്ടും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം 1.8 മില്യൺ വരെയാണ് AnTuTu സ്കോർ ലഭിച്ചത്. ഈ പ്രൈസ് പോയിന്റിൽ 2 മില്യൺ കിട്ടിയാലും അത് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇതിന് 12 GB റാമും 250
256GB ഇന്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. റാം ടൈപ്പ് വന്നിട്ട് LPDDR5X റാമും സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 4.1 ഈ ഒരു ഫോണിൽ. അതുപോലെ CPU ത്രോട്ട്ലിംഗ് നോക്കിയ ഒരു 15 മിനിറ്റ് നേരം നടത്തിയ ഒരു ടെസ്റ്റിനകത്ത് ആദ്യത്തെ ഒരു പകുതി സമയം വലിയ കുഴപ്പമില്ലാതെ ഗ്രീൻ കറക്റ്റായിട്ട് പോയി. പിന്നീടുള്ള ഭാഗത്ത് കണ്ടില്ല ഒരു അല്പം ത്രോട്ട്ലിംഗ് പോലെയും കാണുന്നുണ്ട്. ഇതിന്റെ ഒരു ത്രോട്ട്ലിംഗ് റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറയുന്നത് 75% ആണ്. ത്രോട്ട്ലിംഗ് അത്ര ബെറ്റർ ആയിട്ട് തോന്നിയില്ല. നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിലാണ് BGMI എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗ്രാഫിക്സ് സൂപ്പർ സ്മൂത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അൾട്രാ എക്സ്ട്രീമിൽ ഗെയിം പ്ലേ സാധ്യമാണ്. അതായത് 120 FPS നമുക്ക് ഗെയിം കളിക്കാൻ സാധിക്കുന്നതാണ്. ലാഗോ ഇഷ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല രീതിക്കുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഫേസ് ചെയ്തിട്ടില്ല. ഒരു നല്ല രീതിക്കുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ ഗെയിമിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിരവധി ഓപ്ഷൻസും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. പെർഫോമൻസ് ടർബോ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഗെയിം പ്ലേ സാധ്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന 120 FPS ഒക്കെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കി ഇത്രയും സ്ലിം ഫോണായിട്ട് പോലും 6500 mAh ബാറ്ററി കപ്പാസിറ്റി ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. സിലിക്കൺ കാർബൺ ടെക്നോളജിയിലുള്ള ബാറ്ററിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും കപ്പാസിറ്റി കൊടുക്കാൻ സാധിച്ചു. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഫോണിന്റെ ബോക്സിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. 90 വാട്ടിന്റെ ചാർജർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വലിയ സൈസ് വരുമെങ്കിലും വളരെ കുഞ്ഞൊരു ചാർജർ തന്നെയാണ് ഈ ഒരു ഫോണിനോടൊപ്പം കൊടുത്തിരിക്കുന്നത്. ഫോണിന്റെ ബാറ്ററി പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു നോർമൽ യൂസിന് 2 ദിവസത്തിൽ കൂടുതലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ഇതിനകത്ത് കിട്ടും. കാരണം കണ്ടില്ല, ഞാൻ ജസ്റ്റ് അറിയാതെ ഫോണിൽ നിന്ന് കുലിക്കിയതാണ്. അപ്പോഴത്തേക്ക് ഇതിനകത്ത് ലൈറ്റ് കത്തി. മോട്ടോറോളയുടെ ഈ ഷേക്ക് ജസ്റ്ററാണത്, കണ്ടില്ലേ. അപ്പോൾ ഒരു നോർമൽ യൂസറിന് എങ്ങനെ പോയാലും 2 ദിവസത്തിലധികമുള്ളൊരു ബാറ്ററി ലൈഫ് ഈ ഒരു ഫോണിനകത്ത് കിട്ടും. അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ മോട്ടോറോളയുടെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നല്ലതാണ്. അതുപോലെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ടുണ്ട്. അപ്പോൾ മോട്ടോറോള എഡ്ജ് 70 Pro ഉണ്ടായിരുന്നല്ലോ ഇതിന് മുമ്പ്, അതിനകത്ത് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ഇല്ല. അപ്പോൾ ഇത് Pro Plus ആവാനുള്ള പ്രധാന കാരണം ഈ ഒരു വയർലെസ് ചാർജിങ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. 15 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടാണ് ഈ ഒരു ഫോണിനകത്തുള്ളത്. അതുകൂടാതെ ഈ ഒരു ഫോണിന്റെ ഈ ഒരു പുറം എന്ന് പറയുന്നത് റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന് സപ്പോർട്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ഒരു വയർലെസ് ചാർജിങ് സപ്പോർട്ട് ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് അത് ഇതുപോലെ നമുക്ക് ചാർജ് ചെയ്യാനും സാധിക്കും. ഇനി ക്യാമറയിലും ഇതൊരു Pro Plus ഫോൺ തന്നെയാണെന്ന് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കേൾക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനകത്ത് മൊത്തത്തിൽ 4 ക്യാമറയാണുള്ളത്, ഫ്രണ്ടിലും ബാക്കിലും കൂടെ. ഈ 4 ക്യാമറയും 50 MP വീതമാണുള്ളത്. അതായത് പ്രൈമറി സെൻസർ വന്നിട്ട് ഒരു 50 MP, അതുപോലെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അതൊരു 50 MP. അതിനകത്ത് ഓട്ടോ ഫോക്കസ് സംവിധാനം കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അതൊരു മാക്രോ ക്യാമറയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നീടുള്ളത് 50 MP ഒരു പെരിസ്കോപ്പിക് ക്യാമറയാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 3.5x ടെലിഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ സെൽഫി ക്യാമറയായിട്ട് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നതും ഒരു 50 MP സെൻസറാണ്. എല്ലാ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം 4K റെസൊല്യൂഷൻ 60 FPS വീഡിയോകൾ നമുക്ക് ഇതിനകത്ത് ഷൂട്ട് ചെയ്യാൻ ആകും. ഈ ഒരു ഫോണിന്റെ ക്യാമറ ഇവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ ഫോട്ടോസ് ഇതിനകത്ത് എടുത്തിട്ട് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും. അതിനുള്ള പ്രധാന കാരണം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേയുടെ സെറ്റിംഗ് 3 രീതിയിൽ നമുക്ക് ആ ഡിസ്പ്ലേയുടെ കളർ സെറ്റ് ചെയ്യാൻ സാധിക്കും. ബൈ ഡിഫോൾട്ട് ഇതിനകത്ത് വിവിഡ് എന്ന് പറയുന്ന കളർ ഓപ്ഷനാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങിയാലും വിവിഡ് എന്ന് പറയുന്ന ആ ഒരു കളർ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോസ് ഭയങ്കര ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ ഇതിനകത്ത് നാച്ചുറൽ എന്ന് പറയുന്ന മറ്റൊരു കളർ ഓപ്ഷൻ ഉണ്ട്. അതിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത ഫോട്ടോയ്ക്ക് കളർ വളരെ കുറവാണെന്നും തോന്നും. കുറച്ച് കളർ ഭയങ്കരമായിട്ട് കുറഞ്ഞ പോലെ ഒരു ഫീലും വരും. എന്നാൽ ഈ ഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ ഇതിലെടുത്ത ഫോട്ടോസ് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി നല്ല മോണിറ്റർ വഴി ഞാൻ അതിനെ കണ്ടു. അത് പറയുകയാണെങ്കിൽ ഒരുവിധം ഒരു കുറച്ച് സാച്ചുറേറ്റഡ് ആണ്. ഓവർ സാച്ചുറേറ്റഡ് അല്ല, കുറച്ച് സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് വിവിഡ് ഓപ്ഷൻ ഇട്ട് ഇതിന്റെ ഡിസ്പ്ലേയിലൂടെ കാണുമ്പോഴുള്ള അത്ര സാച്ചുറേഷൻ ഇല്ല. സാധാരണ നമ്മൾ കാണുന്ന ഇമേജുകളെ അപേക്ഷിച്ച് ഒരല്പം സാച്ചുറേറ്റഡ് ആണ് ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾ എന്ന് വേണം പറയാം. അപ്പോൾ അതാണ് ഈ ഡിസ്പ്ലേയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ വിവിഡ് ആണെങ്കിൽ ഓവർ സാച്ചുറേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, എങ്കിലും ഒരല്പം സാച്ചുറേറ്റഡ് ആണ്. അതുപോലെ കോൺട്രാസ്റ്റ് ഒരല്പം കൂടുതലാണ്. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഇതിനകത്ത് എടുത്ത ഫോട്ടോകൾ കണ്ടു കഴിഞ്ഞാൽ, വേറെ ആൾ കണ്ടു കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഗുഡ് ലുക്കിംഗ് ഫോട്ടോസ് ആണ് വരുന്നത്. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് റെഡി ആയിട്ടുള്ള ഒരു ഫോട്ടോ, പ്രത്യേകിച്ച് പിന്നൊരു എഡിറ്റിങ്ങോ കളർ ബൂസ്റ്റിങ്ങോ ഒന്നും തന്നെ ഇതിനകത്ത് എടുക്കുന്ന ഫോട്ടോകൾക്ക് പിന്നെ വേണ്ടി വരുന്നില്ല എന്നുള്ളതും സത്യമാണ്. അതുപോലെ സെൽഫി ആയാലും ക്വാളിറ്റി കുറവൊന്നുമില്ല, കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി തന്നെ സെൽഫി ഫോട്ടോകളും തരുന്നുണ്ട്. അതുപോലെ തന്നെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഫോട്ടോസ് ഈ പറഞ്ഞ അല്പം സാച്ചുറേറ്റഡ് ആയിട്ട് തരുന്നതെങ്കിലും വീഡിയോ ഒരുവിധം നാച്ചുറലാണ്. ഓവർ സാച്ചുറേഷൻ ഒന്നും വീഡിയോയിൽ വരുന്നില്ല, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെയാണ് വീഡിയോയിലും തരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും 4K 60 എല്ലാ ക്യാമറകളിലും ഉണ്ട് എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഈവൻ നമ്മളിപ്പോൾ വൈഡ് ആംഗിൾ എടുത്താലും 4K 60 ഉണ്ട്, അതുപോലെ മാക്രോ വീഡിയോ മോഡ് എടുത്താലും 4K 60 ഉണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, ഇപ്പം 1x ഇട്ടിട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാണെന്ന് ചെയ്യട്ടെ, 4K 60 വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ സ്വിച്ചിങ് ഉണ്ടല്ലോ, ഒരു ലെൻസിൽ നിന്ന് അടുത്തതിലേക്കുള്ള സ്വിച്ചിങ്
സ്വിച്ചിങ് അത് കണ്ടില്ലേ 1x വരെ നമുക്ക് വരും. ഈവൻ വൈഡ് ആംഗിൾ പോലും 4K 60 ഉണ്ടായിട്ടും 1x വരെ വരും, വൈഡ് ആംഗിളിലേക്ക് മാറുന്നില്ല. എന്നാൽ നമ്മൾ 4K 30-ലിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത്തരത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ 1xൽ നിന്ന് ഈ പറയുന്ന വൈഡ് ആംഗിൾ വരെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ 4K 60-ൽ ഈ പറഞ്ഞ ഒരു എല്ലാ ലെൻസിലുമുള്ള ഷൂട്ട് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോഴുള്ള സ്വിച്ചിങ് സാധ്യമാകുന്നില്ല. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 16-ലാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതുപോലെ മോട്ടോറോളയുടെ തീമായിട്ടുള്ള ഹലോ UAE ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 3 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ, അതായത് ആൻഡ്രോയിഡ് 19 വരെ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. 5 വർഷം വരെ നമുക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റും ലഭിക്കും. ഫോണിനകത്ത് ബ്ലോട്ട്വെയർസുകളുണ്ട്. ഇത്രയും കാണുന്ന ആപ്ലിക്കേഷൻ ഇതിനകത്ത് ബ്ലോട്ട്വെയർസ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇതിനകത്ത് ഇത്തരത്തിലൊരു ഇൻഡസ് ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞൊരു ആപ്പ് സ്റ്റോർ തന്നെയുണ്ട്. ആപ്ലിക്കേഷൻസ് കൂടുതൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതൊരു ബ്ലോട്ട്വെയർ ആയിട്ട് ഇതിനകത്ത് കാണും. പിന്നെ അതുപോലെ നോക്കി ഗെയിംസ് എന്നും പറഞ്ഞിട്ട് ഗെയിംസ് ആപ്പിൻ്റെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഇവിടെ കാൻഡി ക്രഷ് സാഗയൊക്കെ ആൾറെഡി ഇൻസ്റ്റാൾ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് ആപ്പുകളുടെ ലിസ്റ്റിൽ ഇവിടെ കാണിക്കുന്നില്ല. എങ്കിലും ഈ പറയുന്ന ഗെയിംസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ ഈ ഒരു കാൻഡി ക്രഷ് സാഗയും പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കിടക്കുന്നതായിട്ട് കാണാം. അതുപോലെ ഇവരുടെ വെതർ ആപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ ചില പരസ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫോണിന് സ്റ്റീരിയോ സ്പീക്കറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടൊക്കെ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഹൈ റെസ് ഓഡിയോ സപ്പോർട്ടും എല്ലാം ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണെന്ന് പറഞ്ഞു, നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ ആ ഒരു സൗണ്ട് സെപ്പറേഷനൊക്കെ ഒരു 50-50 സൗണ്ട് സെപ്പറേഷൻ ഉണ്ട്. നമ്മൾ സ്പീക്കറിൽ നിന്ന് കേട്ടാൽ മതി. ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ ഒരു നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നിന്ന് വരുന്നത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, വളരെ തിൻ പ്രൊഫൈലാണല്ലോ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ വോളിയത്തിൽ പാട്ട് വയ്ക്കുമ്പോൾ കൈ നമ്മൾ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വൈബ്രേഷൻ, ആ പാട്ട് കേൾക്കുന്ന സ്പീക്കറിൻ്റെ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം വന്നിട്ട് ഇത്തരത്തിൽ ഇൻ ഡിസ്പ്ലേയിലാണ്. അത് പക്ഷേ ഒരുപാട് ഇങ്ങനെ താഴെയാണ്. കുറച്ചുകൂടെ മുകളിൽ ഇവിടെ ആയിട്ടൊക്കെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ എന്നൊരു അഭിപ്രായമുണ്ട്. അതുപോലെ ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. IP68ഉം IP69 റേറ്റിംഗും ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിട്ടുണ്ട്. NFC സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ Wi-Fi 6E ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കോൾ റെക്കോർഡിംഗ് ഉണ്ട്. പക്ഷേ ഗൂഗിളിൻ്റെ ഡയലറാണ് ഇതിനകത്തുള്ളത്, സ്റ്റോക്ക് ഡയലറാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങേ തലയ്ക്കൽ അനൗൺസ് ചെയ്ത് കേൾപ്പിക്കും. ഒന്നെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് കഴിഞ്ഞിട്ട് റെക്കോർഡിംഗ് വരികയുള്ളൂ. അതുപോലെ NFC സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ eSIM സപ്പോർട്ട് ഇതിനകത്ത് നൽകിയിട്ടില്ല. അടുത്തായിട്ട് ഫോണിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കൂടി പറയാം. ഈ ഫോണിന്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറവുകൾ വളരെ കുറവാണ്. സാധാരണ ഇപ്പോൾ വരുന്ന പല ഫോണുകളും സീരിയസ്ലി പറയാം, ഓരോ പ്രൈസ് റേഞ്ചിലുള്ള അതിൻ്റെ ഓരോ ഒരു മിനിമം വേണ്ടുന്ന സ്പെസിഫിക്കേഷനിൽ അല്ലെങ്കിൽ ഫീച്ചർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ പലതും മിസ്സിംഗ് ആണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഒരു വിധമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ കാണുന്ന ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അത് വേണമെങ്കിൽ ഒരു കുറവായിട്ട് പറയാം. ഈ പ്രൈസ് പോയിന്റിൽ മെറ്റാലിക് ഫ്രെയിം വരുന്നില്ല എന്നുള്ളത് കുറവായിട്ട് പറയാം. പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറച്ച് ബ്ലോട്ട് വേസുകളുണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ ഇത്രയും ബ്ലോട്ട് വേസുകൾ വരാൻ പാടില്ലായിരുന്നു. മൂന്നെന്ന് പറയുന്നത് ഈ ഫോണിനകത്ത് അത് വേണമെങ്കിൽ പറയുന്നൊരു കുറ്റമെന്ന് മാത്രം eSIM സപ്പോർട്ട് കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഒരുവിധമുള്ള എല്ലാ ഫീച്ചറുകളും ഈ പ്രൈസ് പോയിന്റിൽ ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് ആണ്. 12GB RAM 256GB വേരിയന്റ് വില എന്ന് പറയുന്നത് 47,999 രൂപയാണ്. ഓഫറിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ 44,999 രൂപയ്ക്കും വാങ്ങാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു മോട്ടോറോള എഡ്ജ് 70 Pro Plus എന്ന് പറയുന്ന ഈ ഒരു ഫോണിനെ കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റായി രേഖപ്പെടുത്താം. ഇതുപോലെ അല്ലെങ്കിൽ ഇതിൽ നിന്നും അടിപൊളിയായിട്ടുള്ള മറ്റൊരു സ്മാർട്ട് ഫോണിന്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.